പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. എന്തൊക്കെയല്ലോ തിരക്കുകളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ദിവസം ഇടാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്പനയിലിൽ കണ്ടതുപോലെ തന്നെ രേണുസുതിയായി ബന്ധപ്പെട്ടുള്ള റിയാക്ഷൻ വീഡിയോ തന്നെയാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ രേണുസുതിയായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കൊല്ലം സുധിയുടെ മകനായ കിച്ചുവിൻ്റെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തത് കണ്ടു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരവും അതൊക്കെ കണ്ടതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചത്. അപ്പോൾ അതിൽ കിച്ചുമോൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അതിൽ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരാളിപ്പോൾ നിറഞ്ഞു നിൽക്കുവാണ്. അതുപോലെ തന്നെ രേണുസുതി, കിച്ചു, അവരൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവാണ് അല്ലേ. എനിക്ക് തോന്നുന്നു കൊല്ലം സുധി എന്ന് പറഞ്ഞ ആ വ്യക്തി ശരിക്കും മരിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു കൂടുതലും അറിയപ്പെട്ടിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. അല്ലാതെ അതിനു മുന്നേ അങ്ങനെ ഒരു കൂടുതൽ ഇത്രയും പ്രശസ്തനായിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം തന്നെയാണ്. ഇപ്പോൾ രേണുസുതി രംഗത്തെത്തിയതോടുകൂടിയാണ് കൊല്ലം സുധി തന്നെ കൂടുതലായിട്ട് അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് കുറേ സംസാരിക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ ഇതൊന്നും ഇത്രയും കാലമൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. രേണുവിനെ മാത്രമേ എല്ലാവർക്കും അറിയായിരുന്നുള്ളൂ. പിന്നെ ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു, അതായത് കിച്ചുവിൻ്റെ അമ്മ, അവർ ഇപ്പോൾ മരിച്ചു പോയിരുന്നു, അങ്ങനെ എന്തൊക്കെയുള്ള ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ കിച്ചുവിനെ ഞാനാണ് നോക്കിയത്, ശരിക്കും പറഞ്ഞാൽ കിച്ചുവിൻ്റെ അമ്മ ഞാനാണെന്നൊക്കെ പറഞ്ഞൊരു സ്ത്രീ ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സംശയിച്ചു അല്ലേ. അപ്പോൾ ഈ ഒരു മരിച്ചു കഴിഞ്ഞ ഒരാളുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും വിചാരിച്ചു, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ ഒരുപാട് മാനസിക വിഷമം അനുഭവിക്കുന്നൊരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനെന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ തന്നെ, കൊല്ലം സുധിയുടെ വീട്ടുകാരാണ് അതിനെ പൊന്നുപോലെ നോക്കുന്നത്. നമ്മൾ കാണുന്നുണ്ട് വീഡിയോയിലായാലും. അവനെ ചെറുപ്പത്തിലേ നോക്കിയത് അവർ തന്നെയാണെന്ന് ആ മകൻ തന്നെ ഇപ്പോൾ ഈ ലൈവിൽ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നിങ്ങളെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ എവിടെ നിന്ന് ഇങ്ങനെ പൊന്തി വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയെ ചെറുപ്പത്തിൽ ആരാണ് നോക്കിയതെന്നുള്ളത്. ഞാനിപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ട് നോക്കൂ. ലൈവ് വന്നിട്ട് കിച്ചു മോൻ പറഞ്ഞ കാര്യമാണ്. അത് നിങ്ങളും കൂടി കേട്ടിട്ട് പറയൂ. ഈ ആൾക്കാരൊക്കെ വന്നിട്ട് ഞാനാണ് അവനെ നോക്കിയത്, ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി, പിന്നെ രണ്ടാം ഭാര്യ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെയായിരുന്നു ഇങ്ങനെയാണ് പിന്നെ സുധിച്ചേട്ടൻ ഇങ്ങനെ പോയതെന്നറിയില്ല. അതിനെക്കുറിച്ചൊക്കെ കിച്ചുമോൻ പറയുന്നുണ്ട്. അവർ തമ്മിൽ അടിയായിരുന്നു, ഭയങ്കര അടിയായിരുന്നു. ഞാൻ അവർ കൂടെ കൂട്ടിയിട്ടൊന്നുമില്ല, ഭയങ്കര അടിയൊക്കെ ആയിരുന്നതുകൊണ്ടാണ് ആ ബന്ധം നിലനിൽക്കാതെ പോയതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ കുട്ടിയെ കരിവാരിത്തേക്കുകയും പിന്നെ രേണുസുധീനെ ആയാലും തേജോവധം ചെയ്യുകയും ചെയ്യുന്നതൊക്കെ വളരെ മോശം തന്നെയാണ്. എന്തായാലും ആ വീഡിയോ നിങ്ങൾ കാണുമെന്നും അതിനുശേഷം നമുക്ക് പറയാം. എന്താണ് വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ, എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാവരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാവരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ, അച്ഛൻ വരും. അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ട്, അപ്പം ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് ഇവരാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്റ്റോറിയാണ് മൊത്തം. ഒരു അമ്മയുടെ സ്ഥാനം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈവ് ചെയ്ത ഇത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കിച്ചു വന്ന് സത്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളൊക്കെ ചിന്തിച്ചു പോകും അല്ലേ. എന്തിനായാലും ആ കുടുംബത്തെ നല്ല രീതിയിൽ ജീവിക്കാൻ വിടുന്നതിനല്ലേ നല്ലത്. എന്തൊക്കെയാണ് അവർ കേൾക്കുന്നത്. ഇപ്പോൾ രേണു ആയാലും ആ കുട്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആൽബവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ്, വേറെ തൊഴിലൊന്നും അല്ല ആ കുട്ടി ചെയ്യുന്നത്. മാന്യമായിട്ടുള്ള ജോലി ചെയ്തിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ തേജോവധം ചെയ്യുകയാണ് ആ കുട്ടിയെ. ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാതെ വിഷമം തന്നെയാണ്. അത് ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ആൾക്കാരുടെ ഇതും കൂടെ കേൾക്കുമ്പോൾ എന്തായാലും വിഷമം തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒരു നല്ല രീതിയിൽ അവരോട് പെരുമാറിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്കുള്ളൊരു സ്ത്രീയല്ലേ, അവർ കുടുംബം നോക്കുന്നതിന് വേണ്ടിയല്ലേ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്.
അപ്പോൾ രേണു തന്നെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കിച്ചുമോനെ ഞാൻ അത്രക്കും ഇതാക്കിയിട്ട് തന്നെ കിച്ചുമോനെ നോക്കുന്നത്. കാരണം ഇപ്പോൾ കിച്ചുവിനായാലും രേണുവിനോട് തന്നെയാണ് ഒരു ആത്മാർത്ഥതയും കൂറും ഞാൻ നോക്കിയെടുത്തോളം കാണുന്നത്, അവൻ അമ്മ എന്നുള്ള രീതിയിൽ. കാരണം രേണു പറയുന്നുണ്ട് എന്താണ് സുധിച്ചേട്ടനും ഞാനും നടുക്ക് വെച്ച് കിടത്തിയിട്ടാണ് അവനെ ഉറക്കിയിട്ടുള്ളത്, അവനെ എൻ്റെ ആദ്യത്തെ മോനാണ് കിച്ചു എന്നൊക്കെ പറയേണ്ടത്. ആ സ്നേഹം കിച്ചു അങ്ങോട്ടും കാണിക്കുന്നുണ്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പോൾ ഈ ആൾക്കാർ വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എന്ത് തന്നെയായാലും കിച്ചു അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ ആൾക്കാർ ആ കുട്ടിയെ പൊന്നുപോലെ തന്നെയാണ് നോക്കുന്നത്. ആ അച്ഛമ്മയായാലും വലിയച്ഛനായാലും വലിയമ്മയായാലും അവരുടെ മക്കളായാലും അവനെ സ്വന്തം പോലെ നോക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ആ കുട്ടീൻ്റെയൊക്കെ മനസ്സ്, അവനൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ പോയി പഠിക്കുന്നതൊക്കെയുള്ള ആളല്ലേ. പിന്നെ രേണുവിനെ വിമർശിക്കുന്നവരും ആലോചിക്കുക, അത് അവരുടെ ഇഷ്ടമാണ്. അവർക്ക് ജീവിക്കാൻ അവർക്കറിയാവുന്ന തൊഴിൽ അവർ ചെയ്യുന്നു, അതുമാത്രമേ ഉള്ളൂ. അത് കണ്ടാൽ മതി നമ്മൾ. കാരണം അസുഖക്കാരനായ അച്ഛൻ, അസുഖക്കാരിയായ അമ്മ, പിന്നെ എന്താണ് ഈ കുട്ടി തന്നെയല്ലേ നോക്കേണ്ടത്, രേണു തന്നെയല്ലേ ആ കുടുംബമൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ കുട്ടിയോട് രേണു കടം വാങ്ങി, അവിടുന്ന് കടം വാങ്ങി, ഇവിടുന്ന് കടം വാങ്ങിയിട്ട് നിങ്ങളാരും കടമൊന്നും വാങ്ങാറില്ലേ? എല്ലാവർക്കും കടം വാങ്ങാതെയൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാനൊന്നും കഴിയില്ല. അങ്ങനെ അവർ ആ രീതിയിൽ അവർ കടമൊക്കെ വാങ്ങിയിട്ടുണ്ടാവാം. അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കിയിട്ട് രേണു കടം വാങ്ങി. ഇപ്പോൾ രേണുവിൻ്റെ ബാക്കിൽ തന്നെയാണല്ലോ ആൾക്കാർ. എന്ത് തന്നെയായാലും അവരെ നല്ലൊരു രീതിയിൽ അവരുടെ കുടുംബം നോക്കി അവരെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തത് തന്നെ ഈ കിച്ചു ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.